വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്ക് എൻട്രി. ഈ നോമ്പ് കാലത്ത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ജോർദാൻ നദികളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇസ്രായേൽ ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ മുന്നിൽ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ 3-4 അധ്യായങ്ങൾ നമുക്ക് വലിയൊരു പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ജോർദാൻ നദികളുണ്ടാകും. ഈ ഓരോ ജോർദാൻ നദികളെ മറികടന്ന് നമുക്ക് എങ്ങനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താമെന്ന് കാണിച്ചു തരികയാണ് ഈ അധ്യായത്തിലൂടെ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൊയ്ത്ത് കാലമായതുകൊണ്ട് ജോർദാൻ നദി അതിൻ്റെ തീരങ്ങളെല്ലാം കവിഞ്ഞൊഴുകുകയായിരുന്നു. മനുഷ്യസാധ്യമായ രീതിയിൽ അത് മുറിച്ചു കടക്കുക അസാധ്യമായിരുന്നു. എന്നാൽ ദൈവം ജോഷുവയോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുട്ടുമ്പോൾ നദി 2 പിരിയും. ഇവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. പുരോഹിതന്മാർ ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ ആ കുത്തൊഴുക്കിലേക്ക് കാൽ വെച്ചു. അവർ വെള്ളത്തിൽ തൊട്ട നിമിഷം മുകളിൽ നിന്നുള്ള വെള്ളം ഒരു ഭിത്തി പോലെ നിന്നു. ജനങ്ങളെല്ലാം ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. ദൈവം അടഞ്ഞു കിടക്കുന്ന വാതിൽ അവർക്കായി തുറന്നു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നദി കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം മറ്റൊരു കാര്യം കൂടി കൽപ്പിച്ചു. നദിയുടെ നടുവിൽ നിന്ന് പുരോഹിതന്മാർ നിന്ന ഇടത്തു നിന്ന് 12 കല്ലുകൾ എടുത്ത് അക്കരെ ഒരു സ്മാരകം പണിയണം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? വരാനിരിക്കുന്ന തലമുറകൾ ചോദിക്കുമ്പോൾ ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിലും പല ജോർദാൻ നദികളും ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ, അല്ലെങ്കിൽ പാപത്തിൻ്റെ കുത്തൊഴുക്കുകൾ, പ്രലോഭനങ്ങൾ. പുരോഹിതന്മാർ വെള്ളത്തിലിറങ്ങിയതുപോലെ നമ്മളും ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് ആദ്യത്തെ ചുവട് വയ്ക്കാൻ തയ്യാറാകണം. നദി മാറിയിട്ട് ഇറങ്ങാനല്ല, നമ്മൾ ഇറങ്ങുമ്പോൾ നദി നമ്മൾക്കായി വഴിമാറി തരും എന്നതാണ് ദൈവത്തിൻ്റെ രീതി. കഷ്ടതകളിൽ ദൈവം നമ്മെ സഹായിച്ച നിമിഷങ്ങളെ ഓർത്തെടുക്കുക. ആ കല്ലുകളെ നമ്മുടെ ജീവിതത്തിൽ നന്ദിയോടെ ഒരു അടയാളമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലം വെറുമൊരു ഉപവാസമല്ല, മറിച്ച് അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തോടുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ചുവട് വയ്ക്കാനുള്ള സമയമാണിത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.